ഏവർക്കും PSC CSEB വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾക്കും ക്ലാസുകൾക്കും തൊഴിലവസരങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. ഗവൺമെന്റ് ജോലിയിൽ നിന്നും മെയ് മാസം വിരമിച്ചത് 11,000 പേർ. പുതിയ നിയമനങ്ങൾ ഉടൻ. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് പരീക്ഷ ഉടൻ. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. PSC പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് പരീക്ഷയ്ക്ക് ഹാജരാകാത്തവർക്കെതിരെ നടപടിക്കൊരുങ്ങി PSC. പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, CUSAT, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, HIL ബാംഗ്ലൂർ, സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജീസ് എന്നിവിടങ്ങളിൽ തൊഴിലവസരങ്ങൾ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ മെയ് 30-31 തീയതികളിലായി സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിച്ചത് 11,000-ഓളം പേർ. 94 വകുപ്പുകളിൽ നിന്നാണ് ഇത്രയധികം പേർ വിരമിച്ചത്. KCBയിൽ നിന്ന് 2 ഡയറക്ടർമാർ ഉൾപ്പെടെ 718 പേർ വിരമിച്ചു. അധ്യാപകരുടെ കണക്കെടുത്താൽ ഏകദേശം 5,000 പേരാണ് വിരമിച്ചത്. 3 മാസത്തിനുള്ളിൽ വിരമിച്ചവരുടെ കണക്കുകൾ എടുത്താൽ അത് 19,000-ആണ്. അതാത് തസ്തികകളിലെ നിയമനങ്ങൾ മന്ദഗതിയിലാണ് എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. എന്നാൽ ഉടനടി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. PSCയിൽ ഇനി നടത്താനിരിക്കുന്ന പരീക്ഷകളിൽ മുൻഗണന കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് പരീക്ഷയ്ക്കും. ലോക്ക്ഡൌൺ മൂലം മാറ്റിവെച്ച പരീക്ഷകളിൽ ഫയർമാൻ, സബ് ഇൻസ്പെക്ടർ, പോലീസ് കോൺസ്റ്റബിൾ, ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസ് ബോർഡ് പരീക്ഷകൾ എല്ലാം അടിയന്തരമായി നികത്തേണ്ട തസ്തികകളായതുകൊണ്ട് തന്നെ PSC എത്രയും പെട്ടെന്ന് തസ്തികകൾ നികത്തുമെന്ന പ്രതീക്ഷയിലാണ് അപേക്ഷകർ. 10,000-ലേറെ പേരുള്ള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക ജൂൺ 30-ന് അവസാനിക്കുകയാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്നതിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അടുത്തതായി തൊഴിലവസരങ്ങളാണ്. പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വീണ്ടും 222 അപ്രന്റീസ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. നോർത്തേൺ റീജിയനിൽ 25 ഒഴിവുകളും നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ 137 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കുമായി www.careers.powergrid.in എന്ന വെബ്സൈറ്റ് കാണുക. അപേക്ഷകർ portal.mhrd.nats.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂൺ 30. സാറ്റിൽ ടെക്നീഷ്യൻ തസ്തികകളിൽ 5 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 47 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിശദാംശങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വെബ്സൈറ്റ് www.faculty.CUSAT.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അധ്യാപക തസ്തികകളിൽ 700 രൂപ, SC/ST വിഭാഗത്തിന് 140 രൂപയാണ് അപേക്ഷാ ഫീസ്. ടെക്നിക്കൽ തസ്തികയിൽ 670 രൂപയും SC/ST വിഭാഗത്തിന് 140 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 26. ബാംഗ്ലൂർ HILൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷിക്കാം. അപേക്ഷയുടെ വിവരങ്ങൾ www.mhrd.nats.gov.in എന്ന വെബ്സൈറ്റിൽ സ്റ്റുഡൻസ് എന്ന കാറ്റഗറിയിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത ശേഷം താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ഓൺലൈൻ ആയി അപേക്ഷിക്കാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജൂൺ 30. സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജിയിൽ 32 ഒഴിവ്. പ്രൊജക്ട് അസിസ്റ്റന്റ് 1, പ്രൊജക്ട് അസിസ്റ്റന്റ് 2, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, പ്രൊജക്ട് ഫെല്ലോ എന്നീ തസ്തികകളിലാണ് അവസരം. അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ് www.cmti.india.net എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് വേർഡ് അല്ലെങ്കിൽ PDF ഫയലാക്കി ബയോഡാറ്റയ്ക്ക് ഒപ്പം est.cmti@nic.in എന്ന ഇമെയിലിൽ അയക്കേണ്ടതാണ്. അവസാന തീയതി ജൂലൈ 12. വാർത്തകളുമായി അടുത്ത ആഴ്ച കാണുന്നവരേക്കും ഏവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.